CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിന് ആലപ്പുഴയിൽ ഇന്ന് തുടക്കമാകും. പാർട്ടി ജനറൽ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരാനാണ് സാധ്യത. സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ സർക്കാരിനും മന്ത്രിമാർക്കുമെതിരെ വിമർശനങ്ങൾ ഉയർന്നുവരും. സേഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സേഫ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ബിനോയ് വിശ്വം തന്നെ തുടരുമെന്നുള്ള വാർത്തകൾ വരുന്നു. ഒപ്പം തന്നെ ജില്ലാ സമ്മേളനങ്ങളൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, സ്വയം വിമർശനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം മറ്റെന്തൊക്കെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട് സേഫ്? പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിനാണ് ജെൽസി ഇന്ന് അല്പസമയത്തിനകം തന്നെ ആലപ്പുഴയിൽ ഞാൻ നിൽക്കുന്ന ഇവിടെ ആലപ്പുഴ ടൗണിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ ആരംഭം കുറിക്കാൻ പോകുന്നത്. റിപ്പോർട്ട് ഇതിനോടകം തന്നെ തയ്യാറായിട്ടുണ്ട്. റിപ്പോർട്ട് തയ്യാറാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാരിനെതിരായ വിമർശനങ്ങളുണ്ട്. സർക്കാരിന്റെ പ്രയോറിറ്റിയിൽ മാറ്റം വരുത്തണം, മുൻഗണനാക്രമത്തിൽ മാറ്റം വരുത്തണം എന്നുള്ള നിർദ്ദേശം ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണക്കാരായ ആൾക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കൂടുതൽ ഊന്നൽ നൽകണം എന്ന നിർദ്ദേശം മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ CPI മുന്നോട്ട് വെക്കും. അതുപോലെ തന്നെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഇഴകീറി പരിശോധിക്കുന്നുണ്ട്. മന്ത്രിമാർക്കെതിരായ വിമർശനങ്ങളുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ച, ഇന്നിപ്പോൾ റിപ്പോർട്ട് ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. ആ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച നാളെ മറ്റന്നാളും നടക്കും. സ്വാഭാവികമായിട്ടും 14 ജില്ലാ സമ്മേളനങ്ങളിൽ കണ്ട ഒരു രീതിയുണ്ട്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ, മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ, സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ, CPMൻ്റെ ഒരു അപ്രമാദിത്വം, ഈ വിഷയങ്ങളിലെല്ലാം വിശദമായ ചർച്ചയും വിമർശനങ്ങളുമെല്ലാം 14 ജില്ലാ സമ്മേളനങ്ങളിലും ഉയർന്നിരുന്നു. ആ വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. എത്രത്തോളം അത് കടന്നുപോകും എന്നുള്ളതാണ് CPM-ഉം ഉറ്റുനോക്കുന്നത്. കാരണം മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. അവരുടെ സംസ്ഥാന സമ്മേളനം അവരെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് CPM-നും. അതുകൊണ്ട് ആ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കും CPM എടുക്കാൻ പോകുന്ന തീരുമാനം. CPI നേതൃത്വം അതിനകത്ത് എന്ത് നിലപാട് സ്വീകരിക്കുന്നു, ബിനോയ് വിശ്വം എന്ത് മറുപടി പറയുന്നു തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി വരേണ്ടിയിരിക്കുന്നു. പിന്നീടുള്ളത് MR അജിത്കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. CPIയുടെ നിലപാട് കാരണമാണ് അദ്ദേഹത്തെ മാറ്റിയത് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെ കഴിഞ്ഞ ഒരു 3 വർഷക്കാലം, കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് ഈ സംസ്ഥാന സമ്മേളന കാലയളവ് വരെയുള്ള എല്ലാ വിഷയങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ജുൽസി സൂചിപ്പിച്ച പോലെ തന്നെ ബിനോയ് വിശ്വം തന്നെ സംസ്ഥാന സെക്രട്ടറിയായി തുടരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ജെൽസി.